നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി. മോഹൻലാലിന്റെ സിനിമയല്ല, നമ്മളെ ആറാട്ട് സിനിമയിലെ നെയ്യാറ്റിങ്കര ഗോപൻ അല്ല, ഇത് വേറെ നെയ്യാറ്റിങ്കര ഗോപൻ സമാധിയായ സ്വാമി. സമാധി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, സമാധി ആയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എന്താ സംഭവം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിണ്ടാവും. നമ്മള് കേരളത്തിലെ ജനങ്ങളെ പൊതുവെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നരായിട്ടാണ് പറയാറുള്ളത്, കാണപ്പെടുന്നത്. അത് പക്ഷെ സൊക്കോൾഡ് ആണ്, പറയപ്പെടുന്ന ഒരു സത്യമായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ ആളുകളെ വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറെ മണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന് ഡേ ബൈ ഡേ ഓരോ തെളിവുകൾ വന്നുകൊണ്ടേക്കാണ്. അപ്പോ ഇപ്പം മാധ്യമങ്ങളാണെങ്കിലും ഒരു വലിയൊരു ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം എന്താണ്, എങ്ങനെയൊക്കെയാണെന്ന് ആദ്യം കണ്ടിട്ട് വീഡിയോ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് എന്ത് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് സാധനം എന്ന് പറയാം, കാരണം വീഡിയോ കട്ടാണ്, അതിൽ നടക്കുന്ന ആക്രമണങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ എന്താ, ഒരു ദിവസം രാവിലെ വയ്യാതെ കിടക്കുന്ന അച്ഛൻ കഴിഞ്ഞിട്ട് മകനോട് പറയാണ് ഞാൻ സമാധിയാകാൻ പോകുന്നു, ഈ സമയത്ത് സമാധിയാവുന്നു. അപ്പൊ അതിനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അതായത് സുഗന്ധദ്രവ്യങ്ങളും ഇതൊക്കെ വെച്ച് പുള്ളി മറ്റേ പത്മാസനത്തിൽ ഇരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കല്ലറ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പുള്ളി ആദ്യം ഓർഡർ ചെയ്ത് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മകൻ പറയുന്നത്. അവിടെ പോയി 5 കൊല്ലം മുമ്പ് അതിന്റെ ടൈം അറിയെങ്കിൽ അത്ര മുമ്പ് ഒന്നും എത്തിക്കേണ്ട ആവശ്യമില്ല, വേറെ കാര്യം. ദിലീപിന്റെ സദാനന്ദന്റെ സമയം അതുപോലെയാണ് അവസ്ഥ. അപ്പൊ പത്മാസനത്തിൽ നിന്ന് ഇയാൾ എന്ത് ചെയ്തു, ഈ സാധനങ്ങളൊക്കെ ഇത്ര വരെ എന്തൊരു ചക്രം വരെയോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, അവിടെ വരെ മൂടി. കാരണം ടൈമായി, സ്പോട്ടിൽ സമ്മതിയായി. അങ്ങനെ പറയുന്നത് സമാധിയാകാൻ പോയ ആള് പ്രഷറിന്റെയും പ്രഷറിന്റെയും ഗുളിക കുടിച്ച് അതേപോലെ പുതിയ ഡ്രസ് ഇട്ട് ഒക്കെയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ഗുളിക കുടിക്കാൻ നിൽക്കില്ലല്ലോ. എന്നിട്ട് മകനും വീട്ടുകാരെല്ലാരും കൂടി വേറെ ഒരു മനുഷ്യൻ അറിയാതെ, ഒരു പറഞ്ഞ പോലെ പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ പുള്ളിനെ അവിടെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്തു. അതും സ്ലാബ് ഇട്ട് മൂടി കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി, അതും മലക്കുകളിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി അവിടെ റെഡിയാക്കി സമാധിയാക്കി വെച്ചു. എന്നിട്ടൊരു പോസ്റ്റർ, അതായത് ഇന്ന സമയത്ത് ഇയാൾ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികൾ സമാധിയായി പോസ്റ്റർ മരിച്ചെന്ന് പറയാൻ പാടില്ല, സമാധി തന്നെ പറയണേ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു മരണം എന്ന് പറയുമ്പോൾ കേരളത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായി അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ ബോഡി അവിടെ കയ്യിലില്ലാത്തത് കൊണ്ട്, അത് സംസ്കാരം ചെയ്തത് കൊണ്ട് അത് എന്തായാലും പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യൽ നിർബന്ധം. കാരണം ഇവർ കൊന്നു കുഴിച്ചിട്ടാണെന്ന് അറിയില്ല എന്ന രീതിയിൽ ആരോപണം വരുന്നുണ്ട്. അതങ്ങനെ പരാതി വന്നതിന് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. ഇത് പരാതി കൊടുത്തവരാരെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇനി ഇവിടെ എന്താണെങ്കിലും എങ്ങനെയാണ് മരിച്ചത്, മരണ കാരണം വ്യക്തമല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാന്നുള്ളത് നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി ഈ കാര്യത്തിന് വേണ്ടി ആളുകൾ പോകുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത്, ഈ മക്കളുടെ രണ്ടുപേര് നിന്ന് പറയാണ് മുസ്ലിം തീവ്രവാദികളുടെ പരിപാടിയാണിത്. ഹിന്ദു ആശയത്തെ ഹിന്ദുക്കളെ മുഴുവനായിട്ട് ഇതിലേക്ക് വലിച്ചേക്കണ്ട, ഹിന്ദു ആശയം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദുക്കളെ മുഴുവനായിട്ട് ഇതിലേക്ക് വലിച്ചേക്കേണ്ടത് വേറൊരു കാര്യം. പിന്നെ ഇത് പച്ചയുള്ള വർഗീയത പറഞ്ഞിട്ടാണ് സേഫ് ആകാൻ നോക്കുന്നത്. ഈ അമ്മ അവിടെ ഇരുന്നിട്ട് ആരൊക്കെയോ കൂക്കി വിളിച്ച് കരയുന്നുണ്ട്, പറയുന്നുണ്ട്, മകളാണെന്ന് തോന്നുന്ന ആളുണ്ട്, 2 മക്കളുണ്ട്. ഇവര് പറയാണ് എന്നിട്ട് മുസ്ലിം തീവ്രവാദികൾ പറയുന്നത് കേട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അവരുടെ അയൽവാസികളായിട്ടുള്ള ഹിന്ദുസ് ആയിട്ടുള്ള ആളുകളും സ്ത്രീകളും ഒക്കെ വന്നിട്ട് ഇതിനെതിരെ പറയുന്നുണ്ട്. ഇത് അതൊന്നുമല്ല, നേരിട്ട് മറ്റൊരു മതത്തിന്റെ നെഞ്ചത്തേക്കാണ് ഇടുന്നത്. അപ്പൊ തന്നെ അതിൽ കള്ളത്തരം നമുക്ക്. പോലീസുകാർ വരുമ്പോ ഓൾറെഡി പിണറായി വിജയന്റെ പോലീസാണ്. അപ്പൊ അതിലും ഈ പറയുന്ന പിണറായി വിജയന്റെ ഹിന്ദു BJP പറയുന്ന ആളുകളുടെ ഒക്കെ എന്താ പറയാ ഒരു ശബരിമല വിഷയത്തിലൊക്കെ ആരോപണം ഉയർന്നത് പോലെ പല ആളുകൾ അതിനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ വില പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇതിനെ സപ്പോർട്ട് ചെയ്തുള്ള ഏട്ടനുണ്ട്, അത് വലിയ വിഷയമായിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത വിഷയമായി എന്ന് പറഞ്ഞാൽ പുള്ളിന്റെ അപ്പൂപ്പൻ ഇതിനു മുമ്പ് അയാൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാവാം, അത് അന്വേഷിക്കണം. ഇനി നമുക്ക് ആദ്യം അത് കേൾക്കാം. ഒന്നെന്ന് പറയുന്നത് ഡെഡ് ബോഡി ആണെങ്കിൽ പ്രാണൻ പുറത്തു പോകും. ഈ അല്ലാതെ പ്രാണായാമ ധ്യാന മാർഗങ്ങളിലൂടെ ജീവനെ കൺട്രോൾ ചെയ്തവരെ സംബന്ധിച്ച് അവര് അവസാന സമയമാകുമ്പോൾ ഈ സുഷുപ്താകാന്ഡം എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട്. നിങ്ങളുടെ മെഡിക്കൽ ഡിക്ഷണറി റെഫർ ചെയ്യുകയാണെങ്കിൽ ഫങ്ഷൻ അൺനോൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ജീവൻ ലയിക്കും. അതുകൊണ്ടാണ് ജീവൻ സമാധി എന്ന് പറയുന്നത്. അത് ഡെഡ് ബോഡി അല്ല, ആ ജീവസമാധിയെ ജീവൻ ജയിച്ച ആ ശരീരത്തെയാണ് കീറി മുറിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ പറയുന്നത് അവർക്ക് ഈ പരാതി കൊടുത്തവരെ കുറിച്ചുള്ള
പേഴ്സണൽ അല്ല, എന്തുകൊണ്ട് പരാതി കൊടുത്തോളാം. അപ്പൊ ഇത്തരത്തില് ഇയാള് സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. ഇവിടെ വന്ന കമന്റ് കണ്ടില്ലേ? ലോകത്ത് 2 തരം സിദ്ധന്മാരേ ഉള്ളൂ, കള്ളം പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാത്തവരും എന്ന രീതിയിൽ. ഇതൊക്കെ ഹിന്ദു നെയിമിലുള്ള കമന്റ്സ് ആണ്. ഞാൻ പ്രത്യേകം പറഞ്ഞു ഇവർ ഇങ്ങനൊരു ഇത് അവിടെ പറഞ്ഞതുകൊണ്ടാട്ടോ, അല്ല വേറൊന്നുമല്ല. അപ്പൊ നരബലിയും സപ്പോർട്ട് ചെയ്യണ്ടേ, അടിച്ച് കൊന്നി മുട്ടിക്കണല്ല അതിന്റെ ഒരു കമന്റ് ആണ്. അതുപോലെ നോക്കി അപ്പൂപ്പനെ കൊന്ന കേസിൽ ഈ തൂക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നല്ലൊരു സിനിമക്കുള്ള സ്കോപ്പ് ഉണ്ട്. അതാണ് ഇതില് ഒരു കമന്റ്. ഇന്നലെ ഞാൻ കണ്ട സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ? അതായത് ശരിക്കും നമ്മുടെ ദൃശ്യത്തിലെ മോഹൻലാൽ എന്തൊരു പൊട്ടനാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം. സമാധി എന്ന് പറഞ്ഞാൽ പക്ഷെ വേറെ സമാധി കുടുംബത്തിലെ അംഗമല്ല, പുറത്തുനിന്നൊരാളെ വീട്ടിൽ വന്ന് സമാധി വരുൺ വന്നിട്ട് വരുൺ എന്റെ വീട്ടിൽ വന്ന് ഞാൻ സമാധിയാവാണെന്ന് പോയിട്ട് സമാധിയായി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. എന്നിട്ട് പുള്ളി എവിടെ സമാധി ചെയ്തു? ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ കറക്റ്റ് സെന്ററിൽ. പോലീസായിട്ടും മാധ്യമങ്ങളൊക്കെ ഇയാൾ പറയാതെ എങ്ങനെയാ സമാധിയായ ഒരാളെ ബോഡി എങ്ങനെയൊക്കെ പുറത്തെടുക്കുന്നത് എങ്ങനെയാ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എങ്ങനെയാ, കീറി മുറിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരണകാരണം വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതായത് ഏത് വല്യപ്പാണെങ്കിലും വല്യാപ്പാണെങ്കിലും മനുഷ്യനാണോ ചെയ്തിരിക്കും. ലോക പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റികളൊക്കെ ചെയ്തിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഈ ഒരു കുട്ടിക്കാട്ടി കിടക്കുന്ന ഇയാൾക്ക് ഇന്നത്തെ പ്രത്യേകത. ഇനി അവിടെ നടക്കണ ഒരു അക്രമം കാണണമെങ്കിൽ നോക്കൂ. പോലീസുകാർ പൊളിക്കാൻ വന്നപ്പോൾ കാഴ്ചയാണത്. ശൈലാസാദനെ ചോദിച്ചു വിളിക്കുന്നുണ്ട്. എന്തിനാ മുസ്ലിങ്ങളെ പറയേണ്ട ആവശ്യം എന്നുള്ളതാണ്. അത് സേഫ് അല്ലേ? ഇവർ ചെയ്ത് വലിയ തെറ്റാണോ അല്ലോ. എന്തൊരു കാര്യത്തിലും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് വർഗീയത പറയാ. ഇപ്പൊ അത് മാർഗമാക്കി മാറ്റി. അതെ, ഇപ്പൊ ഒരു പള്ളിന്റെ ഉള്ളില് ഒരു നമ്മുടെ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആയാലും എന്തെങ്കിലും കാര്യം നടക്കാന്ന് വിചാരിച്ചു ഒരു മുസ്ലിം പള്ളിന്റെ ഉള്ളില്. അപ്പൊ അവരെ പോലീസ് സ്വാഭാവികമായിട്ട് പരാതി കിട്ടിയ അന്വേഷണത്തിൽ വരും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഹിന്ദു വർഗീയവാദികള് പള്ളി പൊളിക്കാൻ വരുന്നതൊക്കെ പറയാം. അങ്ങനെ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ വഴി ഉണ്ടായി കൊടുക്കണം. ഇവിടെ നമ്മുടെ കളക്ടർ വന്നിട്ടുണ്ട്. കളക്ടർ ഒരു വ്യക്തമായിട്ട് പറയുന്നത്, പുള്ളി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ നമുക്കിത് പൊളിച്ചേ പറ്റൂ, കാരണം നിയമപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒന്ന് കൂൾ ഡൗൺ ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നത്? മതം വലിയ പ്രശ്നമാണ് അവിടെ. ഇവിടെ 2 രീതിയിലുണ്ട്. ഒന്ന്, ഈ പറയുന്ന ആളുകൾക്ക് അന്ധവിശ്വാസം തലക്ക് കയറിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമോഷൻ ആവാൻ പുറത്തു വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിലെന്തോ ബന്ധമുള്ളത് കൊണ്ടും അവർ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ആ ഒരു ഭയത്തിന്റെ പുറത്താവാം. ഈ 2 പോസിബിലിറ്റി ഞാൻ ഇതിന്റെ കമന്റിൽ വരുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഒന്ന്, ഇവര് തല്ലിക്കൊന്ന് ഇങ്ങനെ ആക്കി എന്നുള്ളത്. 2, ഇതൊരു കച്ചവടവൽക്കരിക്കാൻ വേണ്ടി രീതിയിൽ, കാരണം സമാധിയാക്കി ഇവിടേക്കുള്ള ആളുകളെ ദർശനം കൂടുതലാക്കി ആ രീതിയിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ 2 പോസിബിലിറ്റീസും ഇതാണ് ഇപ്പൊ ഇതിൽ ആകെ പോസിബിലിറ്റി. ഈ 3 പേരെയും മകനെയും മകളെയും അമ്മയും പിടിച്ചു മാറ്റിയിട്ട് 1 മണിക്കൂർ ചോദ്യം ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. അല്ല, അത് അമ്മ പറയുന്നതിന് തന്നെ ചില കൺഫ്യൂഷൻസ് വരും. ഞാൻ കണ്ടൊന്നും കണ്ടില്ല എന്നൊക്കെ പറയുന്നത്. അമ്മ പോട്ടെ, അമ്മ ഓർമ്മശക്തി ഉണ്ടാവില്ല. പക്ഷെ ഈ മകൻ ഉണ്ടല്ലോ, മകൻ ഭീകരനാണ്. മകൻ അതിന്റെ വർത്താനം മനസ്സിലായത് അങ്ങനെയാണ്. അപ്പൊ മകനെ പിടിച്ചിരുത്തി പോലീസുകാർ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവം എന്താന്ന് കുറെ മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇനി ഇവിടെ വേറൊരു കാര്യം വെക്കേണ്ടത്, അത് ഇവിടെ മുസ്ലിം തീവ്രവാദികളുടെ കാരണം കൊണ്ടാണ് സംഭവിക്കണമെന്ന് പറയുന്നതിനെതിരെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്രൂഫാണ് ഈ ചേച്ചി പറയണത്. പിന്നെ അവിടെ ചെന്നിരുന്ന് കുളിപ്പിച്ച് അടകൊണ്ടിരിക്കുന്നത് അയാളൊന്നും സത്യമുള്ള കാര്യമില്ല. അയാൾ കിടപ്പാണ്. അയാൾ വെളിയിൽ സൂര്യോദയമാണ് അയാൾ കൊണ്ട് പറ്റുന്നത്. അങ്ങനെ കിടന്ന ആളാണ്. ഇവർ ഒരു ചാവാൻ പോണ ഒരാള് ഷുഗറിന്റെ BP ഗുളിക കഴിച്ചിട്ടാണ് ചാവുന്നത്. ചാവാതിരിക്കുന്നത് നമ്മുടെ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ നിന്ന് ഗുളികാതിരിക്കാൻ വേണ്ടി ഗുളിക കഴിച്ചാണല്ലോ പോകാൻ. നിങ്ങളത് ആലോചിച്ച് നോക്കി. ആരെ ചിരിച്ചിട്ട് ഇവരുടെ വേറെ പോയിന്റ് മുതിര് പറഞ്ഞിട്ടുണ്ട്. 36 കിടപ്പിലായി. ഇയാൾ കിടപ്പിലായിരുന്നു എന്ന് പറയുന്നത്. കിടപ്പിലായ ഒരാളെ എഴുന്നേറ്റുകാണ്ട് എങ്ങനെയാ സമാധിയാവാൻ പോകുന്നത് എന്നാണ് 36 ചോദിക്കുന്നത്. സൂര്യോദയം കണ്ടിട്ട് കുറെ കാലമായി. അതായത് അത്രക്ക് അവശനായ നിലയിലായിരുന്നു എന്നാണ്. ഇനി ഇവര് നോക്കാൻ മടിച്ചിട്ട്
അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിക്കണോന്ന് ആർക്കറിയാം. താഴെ നിൽക്കാൻ വേണ്ടി പിന്നെ അല്ല ദേഷ്യം വരൂലേ ചേച്ചിന്റെ സപ്പോർട്ട് പറഞ്ഞത്. നമ്മളൊക്കെ എന്ത് ദുഷ്ടന്മാരല്ലേ, ഒരാൾ മരിച്ചിട്ട് ചിരിക്കേണ്ട അവസ്ഥയാണ് മക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മരിച്ചതാണോ എന്നുള്ള സംശയമാണ് ഇപ്പം. മരിച്ചതാണ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം. മരിച്ചതാണോ കൊന്നതാണോ എന്നുള്ളതൊക്കെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റുള്ളൂ. ഡോക്ടറെ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇവിടെ ഒരു റിപ്പോർട്ടർ ചാനലാണ് തോന്നുന്നത്. ഒരു ഡോക്ടറെ വിളിക്കേണ്ട വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്നത് ഡോക്ടർ വന്ന് തൊട്ടാൽ അശുദ്ധിയാവൂലേ, തൊടാൻ പാടുണ്ടോ? അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരാള് മരിച്ചു എന്ന് കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഡോക്ടറാണ്. അപ്പം നമ്മള് പൊതുവെ പല സിനിമകളിലേക്ക് കണ്ടിട്ടില്ല, നമ്മള് മണ്ണ് കുഴിയിലേക്ക് വെക്കുക. അത് ശരിക്കും തോന്നുന്നുണ്ട്, കുഴിയിലേക്ക് വെക്കുന്ന സമയത്ത് ജീവൻ ഉണ്ട് എന്ന് മനസ്സിലാവുക. പാമ്പ് കടിച്ച കേസിലൊക്കെ പലതും അങ്ങനെ കൈയിറങ്ങുക കാലിറങ്ങാന്നൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായി ഇയാൾ മരിച്ചു എന്ന് ആരാണ് കൺഫർമേഷൻ കൊടുത്തത്, ആരാണ് അതിലൊരു ഉറപ്പ് കൊടുത്തത്, അത് ഒരു ഡോക്ടറിന്റെ സേവനം ഇല്ലാതെ ആർക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പൊ ഒരുപാട് എന്താ പറയാ ഈ പറയുന്ന രീതിയിലുള്ള എന്താ പറയാ സംശയങ്ങൾ ഉണ്ട് ഇതില്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയാ ഭയങ്കര ഒരു ടാസ്ക് പരിപാടിയാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ മതം കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒറ്റയടിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ തന്നെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് മതം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അത് എവിടെ ഉള്ളതെന്ന് അറിയില്ല, എന്തായാലും സെക്രട്ടറി വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊരു വക്കീലും ഒരു ആളെയും ആ പന്നൽ എന്നൊക്കെ പറഞ്ഞാ പറയണത്. പക്ഷെ അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ ഇതിനെതിരെ സംസാരിക്കണം എന്ന് പറയണേ. ഇതിലില്ല, അത് ഇവിടെ ഉള്ളത് സംഭവം എനിക്ക് ഓർമ്മയില്ല. ആള് വീഡിയോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാനില്ല. എന്തായാലും ഈ കളക്ടർ വെക്കണ കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേട്ടു നോക്കാം. അത് വീഡിയോ ജസ്റ്റ് പറയുന്ന വോയിസ് കേട്ടു നോക്കാം. കളക്ടർ ഒരു എന്താ പറയാ ഐഡിയപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. തീരുമാനം നമ്മൾ നിയമപരമായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പം ചെറിയ നിങ്ങൾ കണ്ടാണ് ചെറിയൊരു ടെൻഷൻ ബിൽഡപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് ഡിഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും എക്സാമിനേഷനുള്ള ഉത്തരവായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മളൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ പറയാം, ഡിസിഷൻ അറിയാം. ഇപ്പോഴില്ല, ഇപ്പം പ്രസന്റ്ലി ഇല്ല, പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമാണ്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നിയമപരമായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പുള്ളിക്കാരൻ അറിയാം. ഈ ബോഡി പുറത്തെടുക്കണം എന്നുള്ളത് ഒരു സംശയമായ നിലയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കളക്ടർ പറഞ്ഞത്. എടുത്തേ പറ്റുള്ളൂ, എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു കറണ്ട് ടൈമിൽ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അതിനെന്തേലും പോംവഴികളോ അല്ലെങ്കിൽ ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ. ടെൻഷൻ ബിൽഡ് ചെയ്തിട്ട് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ പുള്ളിക്കാരനല്ലോ ഒരു മകൻ, രണ്ട് മകനുണ്ട്. ഒന്നെന്താ അങ്ങനെന്തോ പറയണേ, സനാതനും അങ്ങനെന്തോ എന്തായാലും ആവട്ടെ. അപ്പൊ അതിലൊരാള് പറയണത് ആദ്യം എന്റെ വൃത്തമായിരിക്കും പറയണ്ടല്ലേ, ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആത്മഹത്യ ചെയ്യുന്നാണ് പറയണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറയുമ്പോ ടെൻഷൻ ഒന്ന് ക്ലിയർ ആണ്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. മാത്രമല്ല ഇവര് എല്ലാരും കൂടി ഈ ഒരു സമാധി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതിന് ചുറ്റും ഇരുന്നിട്ടാണ് ഈ കാട്ടിക്കൂടുന്നത് മുഴുവൻ. എന്താ പറയാ, നമ്മളൊരു കേസ് വരുമ്പം അതിന് കൃത്യമായി ഇപ്പൊ ഒന്നും വേണ്ട. പണ്ട് വാളയാർ പ്രശ്നം വന്ന സമയത്തും അന്ന് അമ്മയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ പിണറായി വിജയനെ തെറി പറയാ, പോലീസിനെ തെറി പറയാ. ഇപ്പൊ എന്താ, ഇപ്പൊ ആ അമ്മക്ക് അതിൽ പങ്കുണ്ടെന്ന രീതിയിലാണ് ഇപ്പൊ അന്വേഷണം പോകുന്ന തെളിവുകൾ വന്നിട്ടുള്ളത്. ആ അമ്മ മുടി മൊട്ടടിച്ച് സമരം ചെയ്യുകയാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ അമ്മക്കും ഇതിൽ പങ്കുണ്ടെന്ന രീതിയിലാണ് ഇപ്പൊ പല കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മളൊരു കേസിന്റെ പൂർണ്ണമായ അന്വേഷണം കഴിയുന്നത് വരെ അതിനൊരു എന്താ നിലപാടെടുക്കുക, നിഷ്പക്ഷമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ്. ആരെയും സപ്പോർട്ട് ചെയ്യണ്ട. ഇപ്പൊ നമ്മളിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യണ്ട, ഇത് അന്വേഷിക്കട്ടെ. ഒരു സംശയം ഉണ്ടല്ലോ, അവിടെ പരാതി ഉണ്ടല്ലോ, അപ്പൊ അത് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മനസ്സിലാവും മരണ കാരണം എന്താണ്. ഇതിന് വിഷം തന്നിട്ടാണോ, അല്ലെങ്കിൽ എവിടെയും ബോഡിയിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടാണോ, അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. സിമ്പിൾ ആയ സാധനമാണ്. അപ്പൊ അതിനൊരു ഇവര് സമ്മതിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ, അത് ഇവര് പറയുന്ന പോലെ മതവികാരം വ്രണപ്പെടുത്തുക എന്നുള്ള പോലെ നോക്കാതെ നമ്മുടെ ലോ എന്താണോ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക. ഇനി ഒട്ടും ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിടിച്ച് മാറ്റി അവിടെ വിലങ്ങിട്ടിടുക, സാധനം പൊളിക്കുക, നോക്കുക. എന്താ പറയുക, പൊളിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിയും, ഇവര് പറഞ്ഞ കാര്യങ്ങൾ പൊളിയും. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ളത് പച്ചവെള്ളം പോലെ വ്യക്തമാണ്. ഇനി പറഞ്ഞ പോലെ ഇതിന്റെ താഴത്ത് ഞാൻ നേരത്തെ ഒരു കമന്റ് വായിച്ച പോലെ ഇതിലൊരാൾ പറയുന്നത് ഇനി എടുക്കുമ്പോ മൂപ്പരെങ്ങനെ സ്വർഗത്ത് പോയിട്ടുണ്ടാകും, അവിടെ ആളുണ്ടാവില്ല പോലും സാധ്യത. വിശ്വാസം അനുസരിച്ചിട്ട് ആത്മാവാണ് സ്വർഗത്ത് പോകുന്നത്, ശരീരം പോകില്ല. അതായത് ജസ്റ്റ് ഒരു പാട്ട് കിട്ടിയാൽ മതി, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും പോലീസുകാർക്ക്. പോലീസുകാര് ഇത് പഠിച്ച ആളുകളാണല്ലോ, ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ വളർന്നു വരുന്നതും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതും നമ്മുടെ അപമാനമാണ്, അപകടമാണ്, അപമാനമാണ്.
വിശ്വാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ മരണത്തിൽ വരെ ഇത്തരത്തിൽ കളി കളിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. കാരണം സാധ്യതകൾ കൂടും. ആർക്കും നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും നമുക്കൊരു എതിർപ്പുണ്ടെങ്കിൽ, കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ പല ഏട്ടനിയന്മാർക്കും അച്ഛനും മക്കളും അച്ഛനൊക്കെ കൊല്ലുന്ന കാലമാണ്. അപ്പൊ ഒരു എതിർപ്പുണ്ടെങ്കിൽ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് സമാധി ആയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ പ്രശ്നം? സമാധി എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിലേക്കാണെങ്കിലും അവർക്ക് വിശ്വാസപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തൊടാൻ പറ്റാത്ത അവസ്ഥ. എന്തിനാണ് പോലീസ്, പിന്നെ എന്തിനാ കോടതിയും കാര്യങ്ങളൊക്കെ, പിന്നെ എന്തിനാണ്? എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് അറിയാം എന്ന് വിചാരിക്കുന്നു. വരും, വൈകാതെ തന്നെ വരും എന്ന് വിചാരിക്കുന്നു. അതെ.